മരണത്തിന്റെ ശബ്ദം കേൾക്കാനുണ്ടോ എന്ന് കാതുകൂർപ്പിച്ച CPIM-കാരോട്, DMF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ അകാല ചരമത്തെക്കുറിച്ച് പ്രവചിച്ച CPIM-ന്റെ നേതാക്കളോടും പ്രവർത്തകരോടും വലിയ നന്ദിയും കടപ്പാടും എനിക്കുണ്ട്, ഞങ്ങൾക്കുണ്ട് എന്നറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങൾ അങ്ങനെ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയപ്പോഴാണ് DMF-ന്റെ പ്രവർത്തകരായ ഞങ്ങൾക്കൊരു വലിയ ആവേശം വന്നത്. ഞങ്ങളുടെ ആളുകൾ തീരുമാനിച്ചു. ഞങ്ങളൊന്നുമല്ല, ഞാനും സതീഷൊന്നുമല്ല. ഈ പ്രസ്ഥാനത്തെ ഈ രൂപത്തിൽ വളർത്തിയെടുത്തത് നിങ്ങളാണ്. CPIM-നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ അധികം പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഗോവിന്ദ മാഷി ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. തോറ്റാൽ തോറ്റവിൽ നിന്ന് പഠിക്കാൻ തയ്യാറാകണ്ടേ? ഒന്ന് തോറ്റാൽ തോൽവി അംഗീകരിക്കാൻ തയ്യാറാകണ്ടേ? എന്നാലും ധിക്കാരം പോകുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാക്കുമല്ലോ, എന്താണ് കൊമ്പും തുമ്പിയായിട്ടല്ലേ നടന്നിരുന്നത് CPM-ന്റെ ഗോവിന്ദൻ മുതൽ MV ഗോവിന്ദൻ എന്നേ ഞാൻ പറയുള്ളൂ, അങ്ങനെ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആ ഗോവിന്ദൻ മുതൽ ബ്രാഞ്ചുകാരൻ വരെ എന്തായിരുന്നു ധാർഷ്ട്യം. വരാൻ പോകുന്ന മൂന്നാമത്തെ ടേമിലും അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഒക്കെ കാണിച്ചു തരാന്നല്ലേ പറഞ്ഞിരുന്നത് ഈ സഖാക്കളോട്, നമ്മുടെ സഖാക്കളോട്. എന്തെല്ലാം ഭീഷണികളാണ് ആ സമയത്ത് വന്നത്. ഒരു ക്ഷീണവും പറ്റിയിട്ടില്ല. നിങ്ങളുടെ ഈ അപാരമായ CPM-കാരന്റെ അപാരമായ തൊലിക്കെട്ടിയുടെ മുമ്പിൽ ഞാൻ ആയുധം വെച്ച് കീഴടങ്ങുകയാണ്. കാരണം ആ തൊലിക്കെട്ടിയോട് മത്സരിക്കാൻ പറ്റുന്ന ഒരാളും ഞങ്ങളെ കൂട്ടത്തിലില്ല കേട്ടോ. സത്യം പറയണ്ടേ, സത്യമായിട്ട് പറയണ്ടേ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് CPIM-ന് രക്ഷ കിട്ടിയോ? ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഞാൻ മോള് മുതൽ താഴെ വരെ പറയണ്ട. ഇതിന്റെ ഘടനയെ പറ്റിയൊന്നും ഞാനിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു മീറ്റിങ്ങിൽ പറഞ്ഞു, നമ്മുടെ കൗൺസിൽ യോഗം നടന്നപ്പോൾ ഞാൻ പറഞ്ഞു, പള്ളിയിൽ പോകാത്തവൻ പള്ളിയിൽ പോകണം, അമ്പലത്തിൽ പോകാത്തവൻ അമ്പലത്തിൽ പോകണം, ചർച്ചിൽ പോകാത്തവൻ ചർച്ചിൽ പോകണം, ഒരു പ്രാർത്ഥന നടത്തണം. ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ച കാര്യം, MV ഗോവിന്ദനും ഈ പാലക്കാട്ടെ സ്പിരിറ്റ് കച്ചവടക്കാരൻ്റെയും ആയുസ് അതിനൊരു അപകടവും സംഭവിക്കരുത്, ഒരു പനി പോലും അവർക്ക് പിടിക്കരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. കാരണം അവർ ജീവിച്ചിരുന്നാൽ മതി. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം CPIM തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച. ഇനി വരാൻ പോകുന്നതോ, ഇപ്പൊ ICU-ലാണ്, ഇനി അടുത്ത് തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റും. അത് കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത് പള്ളിക്കാട്ടിലേക്ക് എടുക്കും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, ഒരു തർക്കം നിങ്ങൾക്ക് വേണ്ട. ആ രൂപത്തിലാണ് പോകുന്നത്. രക്ഷിക്കാൻ കഴിയില്ല. ഇവരുടെയൊക്കെ തന്നെ ശരീരഭാഷ, കമ്മ്യൂണിസ്റ്റുകാരുടെ നൂറുകണക്കിന് വരുന്ന ഉശിരന്മാരായ സഖാക്കളുടെ ചോരയും ജീവനും കൊടുത്തുകൊണ്ട് വളർത്തിയെടുത്ത ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ഉദകക്രിയ നടത്തുന്നു എന്നത് കാണുമ്പോ പ്രിയപ്പെട്ടവരെ, നമുക്ക് അടങ്ങിയിരിക്കാനാകില്ല. അതിനെതിരായി നമ്മൾ പൊരുതണം, അതിനെതിരായി പടവട്ടണം. ഇനി നാം കേൾക്കേണ്ട വാർത്ത, കേരളത്തിലെ CPIM-ന്റെ രാഷ്ട്രീയത്തിൽ നിന്നുള്ള വിടവാങ്ങലായിരിക്കും എന്ന കാര്യം ഇതിന്റെ ഭാഗമായി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനി ആ വിടവാങ്ങലാണ് നമുക്ക് കാത്തിരിക്കാനുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഒരു ചരിത്ര മുഹൂർത്തമാണ്. ഇവിടെ സഖാവ് സതീഷ് പറഞ്ഞല്ലോ, 4 മാസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 4 മാസവും 1 ദിവസവും മാത്രം പ്രായമുള്ള ഒരു പ്രസ്ഥാനം ഈ പാലക്കാട് ജില്ലയിലെ പൊതു രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സാന്നിധ്യമായി മാറിയത് ഒരു ചെറിയ സംഭവമല്ല. അത് കേരളത്തിൽ തന്നെയാകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി നമ്മുടെ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട് മാറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, 4 മാസം എന്ന് പറയുന്നത് എത്ര ചെറിയ കാലയളവാണ്. ഒരു കുഞ്ഞ് ജനിച്ചാൽ 4 മാസം എന്ന് പറയുന്നത് അത് ശൈശവാവസ്ഥയിൽ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. എന്നാൽ ഈ ശൈശവാവസ്ഥയുടെ ഘട്ടങ്ങളെയെല്ലാം അതിസാഹസികമായി അതിജീവിച്ചുകൊണ്ട് ഈ ജില്ലയിൽ മാത്രമല്ല, സമീപത്തുള്ള പല ജില്ലകളിലുമുള്ള CPIM-ഉം CPI-യും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നിരവധിയായ പ്രവർത്തകന്മാർ, നൂറുകണക്കിന് പ്രവർത്തകന്മാർ DMF-മായി ബന്ധപ്പെടുകയും അവിടെ പ്രാദേശികമായ യോഗങ്ങൾ വിളിച്ചു ചേർക്കണമെന്നും അതിൽ പങ്കെടുക്കണമെന്നും നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മുന്നേറിയിട്ടുണ്ട് എങ്കിൽ, ഞാൻ ഈ കൺവെൻഷനിൽ പങ്കെടുത്തിരിക്കുന്ന നിങ്ങളെ സാക്ഷിയാക്കി, ആയിരക്കണക്കിന് വരുന്ന നിങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ഞാൻ പറയുന്നു, നമ്മുടെ DMF കൂടി ഉൾപ്പെടുന്ന വരാൻ പോകുന്ന, ഉദിച്ചുയരാൻ പോകുന്ന പുതിയ പ്രസ്ഥാനമുണ്ടല്ലോ, ആ പ്രസ്ഥാനമായിരിക്കും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ
കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കാൻ പോകുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നമ്മുടേതായിരിക്കും. എന്തുകൊണ്ടെന്നാൽ നമ്മളാണ് ശരി, നമ്മളാണ് ശരി, നിങ്ങളല്ല. നമ്മുടെ കൺവെൻഷൻ മാർച്ച് 5-ാം തീയതി നടന്നപ്പോ ആ കൺവെൻഷനെ കേവലം വിമതരുടെ ഒരു കൺവെൻഷനായി ചുരുക്കി കാണിക്കാൻ ശ്രമിച്ച പല ആളുകളുമുണ്ട്. അങ്ങനെ ആ ശ്രമം നടത്തിയ ഈ സംഘടന രൂപീകരിച്ചപ്പോൾ, ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചപ്പോ അതിന്റെ ഓരോ ഹൃദയമിടിപ്പിലും മരണത്തിന്റെ ശബ്ദം കേൾക്കാനുണ്ടോ എന്ന് കാതുകൂർപ്പിച്ച CPIM-കാരോട്, DMF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ അകാല ചരമത്തെക്കുറിച്ച് പ്രവചിച്ച CPIM-ന്റെ നേതാക്കളോടും പ്രവർത്തകരോടും വലിയ നന്ദിയും കടപ്പാടും എനിക്കുണ്ട്, ഞങ്ങൾക്കുണ്ട് എന്നറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങൾ അങ്ങനെ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയപ്പോഴാണ് DMF-ന്റെ പ്രവർത്തകരായ ഞങ്ങൾക്കൊരു വലിയ ആവേശം വന്നത്. ഞങ്ങളുടെ ആളുകൾ തീരുമാനിച്ചു. ഞങ്ങളൊന്നുമല്ല, ഞാനും സതീഷൊന്നുമല്ല. ഈ പ്രസ്ഥാനത്തെ ഈ രൂപത്തിൽ വളർത്തിയെടുത്തത് നിങ്ങളാണ്. നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോയി ഈ നാടിന്റെ ഹൃദയാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. നാട്ടിലെ സാധാരണക്കാരനായ മനുഷ്യന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ പ്രാപ്തിയുള്ള പ്രസ്ഥാനമായി നമ്മുടെ DMF-നെ മാറ്റിയത് നിങ്ങളാണ്. വരാൻ പോകുന്ന കാലഘട്ടത്തിലും ഈ ഊർജ്ജസ്വലത തുടരും എന്ന് യാതൊരു സംശയവുമില്ലാതെ എനിക്ക് പറയാൻ സാധിക്കും. CPIM-നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ അധികം പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഗോവിന്ദ മാഷി ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. തോറ്റാൽ തോറ്റവിൽ നിന്ന് പഠിക്കാൻ തയ്യാറാകണ്ടേ? ഒന്ന് തോറ്റാൽ തോൽവി അംഗീകരിക്കാൻ തയ്യാറാകണ്ടേ? എന്നാലും ധിക്കാരം പോകുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാക്കുമല്ലോ, എന്താണ് കൊമ്പും തുമ്പിയായിട്ടല്ലേ നടന്നിരുന്നത് CPM-ന്റെ ഗോവിന്ദൻ മുതൽ. ഞാൻ ഈ ഗോവിന്ദൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നരുത്, അല്ല അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നരുത്, ഞാനെന്തോ ഒരു ധിക്കാരം പറയുന്നു തോന്നരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ കാരണം കൊണ്ടല്ല, അത് അയാളുടെ പേരാണ്, അയാൾ മാഷല്ല, അത് PT മാഷാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ, എൻ്റെ ധിക്കാരമാണെന്ന് ധരിക്കരുത്. കാക്ക കറുത്തിട്ടാണ് എന്ന് പറയുന്നത് കാക്കയോടുള്ള വിരോധം കൊണ്ടല്ല, കാക്കേന്റെ നിറം കറുപ്പായത് കൊണ്ടാണ്. ഗോവിന്ദൻ MV ഗോവിന്ദൻ എന്നേ ഞാൻ പറയുള്ളൂ, അങ്ങനെ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആ ഗോവിന്ദൻ മുതൽ ബ്രാഞ്ച് വരെ, ബ്രാഞ്ചുകാരൻ വരെ എന്തായിരുന്നു ധാർഷ്ട്യം. വരാൻ പോകുന്ന 3-ാമത്തെ ടേമിലും അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഒക്കെ കാണിച്ചു തരാന്നല്ലേ പറഞ്ഞിരുന്നത് ഈ സഖാക്കളോട്, നമ്മുടെ സഖാക്കളോട്. എന്തെല്ലാം ഭീഷണികളാണ് ആ സമയത്ത് വന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്താ CP ഉൾപ്പെടെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാ, ഇവിടെ ഇരിക്കുന്ന സഖാക്കളിൽ പലരും അനുഭവിച്ച ഒരുപാട് പ്രയാസങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എത്ര ആളുകളെ കമ്മ്യൂണിസ്റ്റുകാരെ കൊലപ്പെടുത്താൻ ശ്രമിക്കും. കേട്ടുകേൾവിയില്ലാത്ത കാര്യം. ഇവിടെ അനുഭവങ്ങളുണ്ട്. ഒറ്റപ്പാലത്ത് നിന്ന് വന്ന സഖാക്കൾ ഉണ്ടാകുമല്ലോ ഇവിടെ. വാണിയംകുളത്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ നമ്മുടെ പുതിയ പ്രസ്ഥാനത്തിന് അനുകൂലമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് വാണിയംകുളം പഞ്ചായത്തിലെ, ഒറ്റപ്പാലം താലൂക്കിലെ വാണിയംകുളം പഞ്ചായത്തിലെ വിനേഷ് എന്ന് പറയുന്ന DYFI-യുടെ സജീവ പ്രവർത്തകനും നേതാവുമായിരുന്ന ചെറുപ്പക്കാരനെ അതിഭീകരമായി ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച് ബോധരഹിതനായി 2.5 മാസമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICU-വിൽ കിടന്നത്. വിനേഷിനെ പോലീസ് കേസെടുത്തില്ല, പ്രതിയില്ല. അവസാനം വല്ലാതെ സമ്മർദ്ദം വന്നപ്പോഴാണ് ചില പ്രതികളെ പിടിച്ചത്. അതിൽ 1-ാം പ്രതിയായ വിദ്വാൻ ഇപ്പോൾ DYFI-യുടെ ജില്ലാ സമ്മേളനം കഴിഞ്ഞപ്പോ അയാൾക്ക് ബഹുമതി കൊടുത്തു, സ്ഥാനക്കയറ്റം കൊടുത്തു. DYFI-യുടെ ജില്ലാ എക്സിക്യൂട്ടീവിലേക്ക് പ്രൊമോഷൻ കൊടുത്തു. നല്ല പാർട്ടിയാണ്, നല്ല പാർട്ടി, പത്തര മാറ്റിന്റെ തിളക്കമുള്ള നല്ലൊരു പാർട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കൊലക്കേസിലെ വധശ്രമ കേസിലെ പ്രതിയായ വിദ്വാന് DYFI-യുടെ ജില്ലാ ഭാരവാഹിയായി സ്ഥാനക്കയറ്റം. കഴിഞ്ഞില്ല. ഇവിടെ നമ്മുടെ ഒറ്റപ്പാലത്ത് തന്നെയുള്ള ലക്കിടിയിലെ സുരേന്ദ്രൻ വന്നിട്ടില്ലേ? സുരേന്ദ്രനില്ലേ? സുരേന്ദ്രൻ കഴിഞ്ഞ നിരവധി കൊല്ലക്കാലമായി, കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലമായി ലക്കിടി പഞ്ചായത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖമാണ് സഖാവ് സുരേന്ദ്രൻ. ലോക്കൽ കമ്മിറ്റിയുടെ നേതാവാണ്. പക്ഷേ CPIM-ന്റെ നിലപാടുമായി വിയോജിപ്പ് വന്നപ്പോ DMF-മായി സഹകരിക്കാൻ തയ്യാറായി. സഖാവ് സുരേന്ദ്രനെ രാത്രി യോഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് CPIM-കാരായ ആളുകൾ, DYFI-കാരും CPM-കാരും ചേർന്ന് ഇരുമ്പ് വടി കൊണ്ട് 2 കൈകളും അടിച്ചു പൊട്ടിച്ചു. 1 മാസത്തിലധികം ചികിത്സ വേണ്ടി വന്നില്ലേ? എത്ര ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു, എത്ര ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു. എലപ്പുള്ളിയിലെ മിൽമയിൽ ജോലി ചെയ്തിരുന്ന ബെനിൽ, അതുപോലെ തന്നെ ബഡ് സ്കൂളിൽ ജോലി ചെയ്തിരുന്ന ഗൗതമി, ഇവരുടെ എല്ലാം ജോലി കളഞ്ഞു. എന്തിന്റെ പേരില്ല?
ഗൗതമിയുടെ ജോലി കടന്നു ഗൗതമി തെറ്റ് ചെയ്തിട്ടല്ല. ഗൗതമിയുടെ ഭർത്താവ് DMF-ന്റെ പ്രവർത്തകനായി, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായി എന്നതിന്റെ പേരിൽ ഗൗതമി ഒന്നിലേക്ക് വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇവര് പിരിച്ചുവിട്ടത് കൊണ്ടൊരു ഗുണമുണ്ടായി. ഗൗതമി കൺവെൻഷൻ വന്നിട്ട് നമ്മുടെ കൂടെ ഇല്ലേ, നമ്മുടെ പ്രവർത്തകയെ, നമുക്കൊരു നല്ല പ്രവർത്തകയെ കിട്ടി. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ എടുത്തു പറയാ, ഈ കോവിഡ് കാലത്ത് സ്വന്തം ജീവൻ പണയം വെച്ച് കോവിഡ് ബാധിച്ച രോഗികളുടെ വീടുകളിൽ പോയി അവരെ സാന്ത്വനിപ്പിക്കാനും അവരെ ചികിത്സിക്കാനും മുൻകൈയെടുത്ത സെലീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടോ? സെലീന എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയെ DMF-മായി സഹകരിച്ചു എന്നതിന്റെ പേരിലാണ് ജോലിയിൽ നിന്ന് നിഷ്കരണം പിരിച്ചുവിട്ടു. ഇതൊക്കെ CPM-ന്റെ തീരുമാനപ്രകാരം ചെയ്തതാ. മണ്ണാർക്കാട് റൂറൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലെ 2 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. അവരുടെ പേരിൽ ക്രിമിനൽ കേസെടുത്തു പോലീസിനെ കൊണ്ട്. അത് ചെയ്യാൻ ധൈര്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ പിന്നെ അധിക ദിവസം അവിടെ ഇരുന്നില്ല കേട്ടോ. അതിന്റെ കാര്യം ഞാനിപ്പോ പച്ചക്ക് പറയുന്നില്ലേ, പറയുന്നത് ഒരു തെറ്റായ കാര്യം. ഞാൻ അങ്ങനെ ഇടക്ക് പ്രസംഗിക്കുമ്പോ അങ്ങ് പറഞ്ഞു പോകും. അധിക ദിവസം അവിടെ ഇരുന്നില്ല. അത് വേറൊരു ചരിത്രം. അതിലേക്ക് ഞാനിപ്പോ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞങ്ങളുടെയൊക്കെ ആളുകളെ, കൂടെ നിൽക്കുന്ന ആളുകളെയൊക്കെ പരിപൂർണമായും സംരക്ഷിക്കാനും അവർക്ക് സുരക്ഷിതത്വം കൊടുക്കാനുമുള്ള നല്ല കെൽപ്പുള്ളവരാണ് ഞങ്ങൾ. ആ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്, അവർക്കുണ്ട്. അതുപോലെ തന്നെ ബിന്ദു എന്ന് പറയുന്നൊരു കുട്ടി നമ്മുടെ നീതി മെഡിക്കൽ സ്റ്റോറിൽ പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തനമില്ലാതെ ജോലി ചെയ്യുക. ബിന്ദു വന്നിട്ടില്ലേ? അവിടെ ജോലി ചെയ്യുക. പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും, പ്രത്യേകിച്ച് പരിപാടിയിലും പങ്കെടുക്കാറില്ല. പക്ഷെ ബിന്ദുവിന്റെ ഭർത്താവ് സുദർശൻ CPM-ന്റെ നേതാവാണ്. അയാൾ DMF-മായി സഹകരിച്ചു. ഭർത്താവ് നമ്മളായിട്ട് സഹകരിച്ചപ്പോ ഭാര്യയ്ക്ക് എന്തൊരു കഷ്ടം! ഇങ്ങനെ എത്ര ആളുകളെ പാലക്കാട് ജില്ലയിൽ ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് CPIM രക്ഷപ്പെട്ടോ? ഈ കൊടുങ്കാറ്റിനെ തടഞ്ഞു നിർത്താൻ CPIM-ന് സാധിച്ചോ? പരിശോധിക്കണ്ടേ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇവിടെ സതീഷ് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്താ. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, അന്ന് CPM ഭരിക്കുകയാണല്ലോ. അന്ന് ഞാൻ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് CPM-ന്റെ വാട്ടർ ലൂ ആണ്. CPM തകരും ഈ തെരഞ്ഞെടുപ്പിൽ. സംഭവിച്ചില്ലേ? 3 മണ്ഡലങ്ങൾ സ്ഥിരമായി LDF ജയിക്കുന്ന മണ്ഡലങ്ങൾ CPM പരാജയപ്പെട്ടു, LDF പരാജയപ്പെട്ടു. ചിറ്റൂരും കോങ്ങാടും തൃത്താലയും ഉൾപ്പെടെ പരാജയപ്പെട്ടു. 40,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കാറുള്ള ആലത്തൂർ മണ്ഡലം 7,000-ഓളം വോട്ടുകൾക്കാണ് രക്ഷപ്പെട്ടത്. മനസ്സിലാക്കണം. നെന്മാറ മണ്ഡലം ചുണ്ടിനും കപ്പിനും ഇടയിലാണ് CPM ജയിച്ചത്. നമുക്ക് നഷ്ടപ്പെട്ടത്, UDF-ന് നഷ്ടപ്പെട്ടത് 1,00,000-ലധികം വോട്ടുകൾ CPM-ന് കുറഞ്ഞു. എന്നിട്ടോ മേനി നടിക്കുക. എന്താ മേനി നടിക്കുന്നത്? ഒരു ക്ഷീണവും പാലക്കാട് ജില്ലയിൽ പറ്റിയിട്ടില്ല എന്നാ പറയുന്നത്. ഒരു ക്ഷീണവും പറ്റിയിട്ടില്ല. നിങ്ങളുടെ ഈ അപാരമായ CPM-കാരന്റെ അപാരമായ തൊലിക്കെട്ടിയുടെ മുമ്പിൽ ഞാൻ ആയുധം വെച്ച് കീഴടങ്ങുകയാണ്. കാരണം ആ തൊലിക്കെട്ടിയോട് മത്സരിക്കാൻ പറ്റുന്ന ഒരാളും ഞങ്ങളെ കൂട്ടത്തിലില്ല കേട്ടോ. സത്യം പറയണ്ടേ? സത്യമായിട്ട് പറയണ്ടേ? ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് CPIM-ന് രക്ഷ കിട്ടിയോ? ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഞാൻ മോള് മുതൽ താഴെ വരെ പറയണ്ട. ഇതിന്റെ ഘടനയെ പറ്റിയൊന്നും ഞാനിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു മീറ്റിങ്ങിൽ പറഞ്ഞു, നമ്മുടെ കൗൺസിൽ യോഗം നടന്നപ്പോൾ ഞാൻ പറഞ്ഞു, പള്ളിയിൽ പോകാത്തവൻ പള്ളിയിൽ പോകണം, അമ്പലത്തിൽ പോകാത്തവൻ അമ്പലത്തിൽ പോകണം, ചർച്ചിൽ പോകാത്തവൻ ചർച്ചിൽ പോകണം, ഒരു പ്രാർത്ഥന നടത്തണം. ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ച കാര്യം, MV ഗോവിന്ദനും ഈ പാലക്കാട്ടെ സ്പിരിറ്റ് കച്ചവടക്കാരുടെയും ആയുസ് അതിനൊരു അപകടവും സംഭവിക്കരുത്, ഒരു പനി പോലും അവർക്ക് പിടിക്കരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. കാരണം അവർ ജീവിച്ചിരുന്നാൽ മതി. അവർ ജീവിച്ചിരുന്നാൽ വെയിലത്തിട്ട് ഐസ് കട്ട പോലെ ഇതങ്ങില്ലാതെ അവരൊക്കെ ജീവിച്ചിരുന്നാൽ മതി. ഇവരുടെയൊക്കെ കയ്യിരിപ്പിന്റെ ഗുണം കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്, ഈ പാർട്ടി തകർന്നു പോകുന്നത്. എന്തൊരു ധിക്കാരവും ധാർഷ്ട്യവും കാണിക്കുകയാണ്. ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടും അതിന് തെരഞ്ഞെടുപ്പ് കാലത്ത് അതിന് പറ്റിയൊരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നല്ലോ. എന്താ, ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് LDF അല്ലാതെ, അങ്ങനെയാണ്, മറ്റാരുണ്ട് LDF അല്ലാതെ. ആ മുദ്രാവാക്യത്തിൽ തന്നെ നിങ്ങൾ നോക്ക്. എന്തൊരു ധിക്കാരം! നാട്ടുപുറത്ത് പറയില്ല, എടാ ഞാനല്ലാതെ ആരടാ എൻ്റെ കൂടെ ഉള്ളത് എന്ന് നാട്ടുപ്രമാണി ധിക്കാരം പറയുന്നത് പോലെയുള്ള ധിക്കാരമല്ലേ ഇവിടെ പറഞ്ഞത്. ഇതിന്റെയൊക്കെ കൊടുത്തിട്ടുള്ള, ജനങ്ങൾ കൊടുത്തിട്ടുള്ള ശിക്ഷയാണത്. ഈ തെരഞ്ഞെടുപ്പിൽ 10 കൊല്ലം തുടർച്ചയായി അധികാരത്തിലിരുന്ന CPIM അതിന്റെ അംഗസംഖ്യ 26-ലേക്ക് താണു. ബംഗാളിൽ 35 കൊല്ലം വേണ്ടി വന്നു CPIM-ന്റെ ഈ അവസ്ഥയിലേക്ക് എത്താൻ. എങ്കിൽ ഇവിടെ 10 കൊല്ലം വേണ്ടി വന്നു. 10 കൊല്ലം കൊണ്ട് തന്നെ
നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം CPIM തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച. ഇനി വരാൻ പോകുന്നതോ ഇപ്പൊ ICUവിലാണ്, ഇനി അടുത്ത് തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റും. അത് കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത് പള്ളിക്കാട്ടിലേക്ക് എടുക്കും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, ഒരു തർക്കം നിങ്ങൾക്ക് വേണ്ട. ആ രൂപത്തിലാണ് പോകുന്നത്. രക്ഷിക്കാൻ കഴിയില്ല. ഇവരുടെയൊക്കെ തന്നെ ശരീരഭാഷ കമ്മ്യൂണിസ്റ്റുകാരുടെ. CP ജോണിന്റെ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് ഞങ്ങൾ CP ജോൺ ആരാന്ന് നിങ്ങൾക്കറിയാം? CP ജോൺ നിലപാട് സ്വീകരിക്കുന്ന ആളാണ്. എന്റെ നേതാവായിരുന്നു. കൂട്ടുമലക്കറിയില്ല. വിദ്യാർത്ഥി രംഗത്ത് ഇന്ത്യ ലീഡറാ അദ്ദേഹം. CMBയും ഞാൻ CPM-ആയിട്ട് നിൽക്കുമ്പോഴും അടിക്കടി ഞങ്ങൾ കാണാറുണ്ട്, ഞങ്ങൾ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, ആശയങ്ങൾ കൈമാറാറുണ്ട്. അങ്ങനെയാണ്. അപ്പോ ഇതുപോലെയുള്ള നേതാക്കന്മാരുള്ള പ്രസ്ഥാനം ഇതെന്തിനാണ് ഈ ജാട കാണിക്കുന്നത്? പാവപ്പെട്ട സഖാക്കളോട് എന്തിനാണ് ഇങ്ങനെ ജാട കാണിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഇന്നലത്തെ പത്രസമ്മേളനം കഴിഞ്ഞു. ആ പത്രസമ്മേളനത്തില് MV ഗോവിന്ദന്റെ വരെ പ്രഖ്യാപനം. മാപ്പെഴുതി തന്നാ മതി അല്ലേ പറഞ്ഞു. പക്ഷേ മാപ്പ് പറഞ്ഞാൽ മതി, തെറ്റ് തിരുത്തി മാപ്പ് പറഞ്ഞാൽ മതി. MV ജയരാജൻ പറഞ്ഞു തെറ്റ് തിരുത്തിയാൽ തിരിച്ചെടുക്കും. അപ്പൊ MV ജയരാജനെ നേരെ ചാടി എല്ലാവരെയും മൂപ്പര്. അതുകൊണ്ട് പാർട്ടി കമ്മിറ്റികളിൽ നടക്കുന്ന ചർച്ച ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ഇനി നാളെ പത്രക്കാർ പറയരുത് ഏതോ ചാനലുകളിൽ വന്നതാ. ഇയാളെന്താ നായിനെപ്പോലെ വേറൊരു കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുക. ഇയാളെ പറ്റി കടിക്കുവോ എന്നാ ചോദിക്കുന്നത്. ആരെ പറ്റിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. CH കണാറിനെ പോലെയുള്ള ആളുകൾ, നായനാറെ പോലെയുള്ള ആളുകൾ, ഇവരൊക്കെ സംസ്ഥാന സെക്രട്ടറിമാരായിരുന്ന ഒരു പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥകൾ ആലോചിച്ച് നോക്കണം. പാലക്കാട് പിന്നെ വേറെ ഒരു നേതാവുണ്ട് കേട്ടോ. ഇടക്കാലത്ത് പാലക്കാട്ട് വന്ന് ഉപദേശം നൽകുന്ന ഒരു നേതാവുണ്ട്. മഹാനായ നേതാവാ, കൂട്ടുമലേന്റെ ജില്ലക്കാരനാണ്. ഇപ്പൊ താമസം തൃശ്ശൂരാണ്. മഹാനായ നേതാവ്, പേര് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. സഖാവ് A വിജയരാഘവൻ. മൂപ്പർക്ക് യാതൊരു പണ്ട് വയസ്സായ അമ്മമാര് പറയില്ലേ, ഒരു കുട്ടി ജനിച്ച ആയുസ് കൊടുക്കട്ടെ, ഇത്രയും ഞാൻ പറയുന്നു. മൂപ്പരെ കൊണ്ട് വേറൊരു കുഴപ്പമില്ല. നടന്നു പോയാൽ മതി. നടന്നു പോയ വഴിക്ക് പിന്നെ ഒരു പച്ചപ്പുല്ല് മുളക്കൂല. നല്ല നേതാവാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഗുണം. ഇതൊക്കെയാണ് CPIM-ന്റെ നേതാക്കന്മാർ. പിന്നെ അവിടെ ഇരിക്കുന്ന ചില നേതാക്കന്മാരുണ്ട്. പാലക്കാട്ട് ഇടയ്ക്ക് വന്ന് ഗീതോപദേശം നടത്തും ഒരു വിദ്വാൻ, കോഴിക്കോട്ടുകാരൻ. മൂപ്പരെന്താ പറയാ? മൂപ്പരെ വന്നിട്ട് ഇങ്ങനെ മൂപ്പര് ആളുകളുടെ മുഖത്ത് നോക്കൂല. എപ്പോഴും കാണാൻ ഒരു പുസ്തകം എടുക്കുന്നത് നല്ല മോശമൊന്നല്ല. ഒരു പുസ്തകം കയ്യിലുണ്ടാകും. ഇയാളുടെ മട്ടും ഭാവവും കണ്ടാൽ മാർക്സ് മയ്യത്തായപ്പോ ഈ കിതാബൊക്കെ ഇയാളെ ഏൽപ്പിച്ചിട്ട് കൊണ്ടുനടക്കുന്നു പറഞ്ഞ മട്ടിലാകും. കോഴിക്കോട്ടുകാരൻ ആളറിയില്ല, മനസ്സിലായി. വേറെ ഒരുത്തനുണ്ട്, ഇയാളെയാണ് ഏറ്റവും വിശ്വാസം. പിന്നെ അടുത്തിടെ വേറൊരാളുണ്ട്, വടിമുറി പോലെ നടക്കുള്ളൂ. കോട്ടയത്തുകാരനാണ്. വാസവൻ തന്നെ എന്നോട് പറഞ്ഞു ഒരു മനുഷ്യനെ കണ്ടെടുത്താൽ കണ്ടുകൂടാതെ. ഇനിയിപ്പോ ആളുടെ പേര് ഞാൻ പറഞ്ഞ കാര്യമില്ലല്ലോ. വാസ്തവൻ എന്നോട് പറഞ്ഞതാ, വ്യക്തിപരമായിട്ട് എന്നോട് പറഞ്ഞതാ. പാലക്കാട് ജില്ലയിലേക്ക് കടന്നാലോ ഞാനിപ്പോ അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരാളുടെ മാനത്തിന്റെ വില അയാൾ തന്നെ പറഞ്ഞു 11 ലക്ഷമാണ്. മാനത്തിന് കേസ് കൊടുത്തിരിക്കുക എന്റെ പേരിൽ. അപ്പൊ ഡിഫമേഷൻ കേസ് ഉള്ളത് കൊണ്ട് ഞാനിപ്പോ അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല. നേതാവിനെ പറ്റി വ്യാപകമായിട്ട് ഒരു കത്ത് പ്രചരിക്കുന്നുണ്ട്. ഇപ്പോ ഒറ്റപ്പാലത്തുകാർ ഇവിടെ ഉണ്ടോ അല്ലേ? ഒറ്റപ്പാലത്തുള്ള ഒരാള് ഒരു കത്ത് പ്രചരിക്കുന്നുണ്ട് പാലക്കാട് ജില്ലയിലുടനീളം. ഒരു യുവജന നേതാവുണ്ട്. യുവജന നേതാവിന്റെ ഭാര്യയുടെ കത്ത് രാജ്യവ്യാപകമായി പ്രചരിക്കുക. അതിന് പരാതി കൊടുത്തിട്ടുള്ളത് MV ഗോവിന്ദന്റെ കയ്യിലാണ്. പരാതി അയച്ചിരിക്കുക. ആ കത്ത് രാജ്യം മുഴുവൻ പരത്തി. രാജ്യം ആരാത് കൊടുക്കുന്ന വെച്ചാൽ അവര് തന്നെ കൊടുക്കുന്നേ. ആരെപ്പറ്റി? സ്വന്തം ഭർത്താവിനെ പറ്റി. അയാള് ഇപ്പൊ പ്രധാനപ്പെട്ട യുവജന നേതാവായി മാറി. ഇവരൊക്കെ കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇങ്ങനെ ഒരു പിടി വരുന്ന സ്പിരിറ്റ് കച്ചവടം നടത്തുന്ന, അധികാരത്തിന്റെ തണലിൽ തണ്ടും ധിക്കാരവും ധാർഷ്ട്യവും കാണിച്ച് കൊള്ള നടത്തുന്ന, പണം സമ്പാദിച്ചു കൂട്ടുന്ന നിരവധി അസാൻമാർഗികളും കൊള്ളക്കാരും കള്ളന്മാരുമായ ഒരുപിടി ആളുകൾ, നൂറുകണക്കിന് വരുന്ന ഉശിരന്മാരായ സഖാക്കളുടെ ചോരയും ജീവനും കൊടുത്തുകൊണ്ട് വളർത്തിയെടുത്ത ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ഉദകക്രിയ നടത്തുന്നു എന്നത് കാണുമ്പോ പ്രിയപ്പെട്ടവരെ, നമുക്ക് അടങ്ങിയിരിക്കാനാകില്ല. അതിനെതിരായി നമ്മൾ പൊരുതണം, അതിനെതിരായി പടവട്ടണം. ശരിയുടെ പാതയിലൂടെ, യാഥാർത്ഥ്യബോധത്തിന്റെ പാതയിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കണം. അതിന് കഴിയുന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ആദ്യം പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി പറയട്ടെ, നമ്മളാണ് ശരി. അത് കാലം തെളിയിക്കുകയാണ്.
പുതിയ ഗവൺമെന്റ് വന്നു. ഇപ്പോഴിതാ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പുതിയ കാര്യം വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ PSC പരീക്ഷ നടത്തിക്കുന്ന ഇന്ന് രാവിലത്തെ ന്യൂസിലാണ് ഞാനത് കണ്ടു. PSC പരീക്ഷ നടത്തിപ്പിൽ ആർക്കൊക്കെയാ പാർട്ടി പാവപ്പെട്ട പാർട്ടിക്ക് സിന്ദാബാദ് വിളിക്കുന്നവന് 5 പൈസേന്റെ ഗുണം കിട്ടിയിട്ടുണ്ടാവില്ല കേട്ടോ. പക്ഷെ ചില പ്രമാണിമാരായ നേതാക്കന്മാരുടെ മക്കൾക്കും മരുമക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വടിവിട്ട ഒരുപാട് സഹായങ്ങൾ PSC പരീക്ഷ വഴി കൊടുത്തില്ലേ? നോക്ക്, കൊടുത്തില്ലേ? അത്ഭുതം എന്താ, പരീക്ഷ തന്നെ എഴുതാത്ത വിദ്വാൻ ബിരുദാനന്തര പരീക്ഷയ്ക്ക് ബിരുദം നേടി പുറത്തു വന്നു, നേതാവായി. വേറെ ഒരാളോ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലി ഉണ്ടാക്കുന്നു. നല്ല കഴിവല്ലേ? ഇവരൊക്കെയാണ് ഇപ്പൊ നേതാക്കന്മാര്. ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, സമയം വേറെ വൈകിട്ടാണ് നമ്മൾ തുടങ്ങിയത്. എന്തായാലും ശരി, ഇതിനെതിരായുള്ള പോരാട്ടം നാം ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകണം. ഒരു ശരിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമുക്ക് ഈ നാട്ടിൽ പടുത്തുയർത്തണം. അത് ഈ നാടിന്റെ രാഷ്ട്രീയ മുഖച്ഛായ മാറ്റിയെഴുതാൻ കഴിവുള്ള ഒരു വലിയ പ്രസ്ഥാനമാക്കി നമ്മുടെ സംസ്ഥാന വ്യാപകമായി ജില്ലയിൽ ഏറ്റവും ശക്തമായും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൺവെൻഷനിൽ പങ്കെടുത്തിരിക്കുന്ന 100 കണക്കിന് വരുന്ന സഹോദരി സഹോദരന്മാരും പ്രിയപ്പെട്ട സഖാക്കളും പ്രകടിപ്പിച്ച ഈ പതഞ്ഞു പോകുന്ന ആവേശമുണ്ടല്ലോ, ഈ പതഞ്ഞു പോകുന്ന നിങ്ങളുടെ ഈ ധൈര്യമുണ്ടല്ലോ, നിങ്ങളുടെ ഈ ആവേശമുണ്ടല്ലോ, ആ ആവേശത്തെ അഭിമാനത്തോടു കൂടി അഭിവാദ്യം ചെയ്യുന്നു. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു.